അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പ്രത്യേക സന്ദേശം നൽകുവാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരം. അൽഹംദുലില്ലാ, വാഹത്തുൽ ഇൽം എന്ന പ്രോഗ്രാമിൽ അല്ലെങ്കിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന ചാനലിൽ വരുന്ന പ്രോഗ്രാമുകൾ, ഈ പ്രോഗ്രാമുകളിൽ നിന്ന് ധാരാളം ആളുകൾ ക്ലിപ്പുകൾ എടുത്തുകൊണ്ട് ഷോർട്സുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ചെറിയ വീഡിയോ ഉണ്ടാക്കി അല്ലെങ്കിൽ റീൽസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. നാം ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ ദഅവത്തിന് വേണ്ടിയാണ്, അറിവ് പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് അത് പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതേ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ഈ രൂപത്തിൽ റീൽസുകൾ ഉണ്ടാക്കി ഷോർട്ട് ക്ലിപ്പുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന മാന്യ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളങ്ങനെ റീൽസുകൾ ഉണ്ടാക്കുമ്പോൾ അതേപോലെ തന്നെ ക്ലിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കണ്ടൻറ്റുകൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിൽ കട്ട് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കണം. എൻ്റെ പ്രോഗ്രാമുകൾ ചിലപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെയുള്ള പ്രോഗ്രാമായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ക്ലിപ്പുകൾ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾക്കെങ്കിലും അത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട്, അഥവാ പൂർണ്ണമായി മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടാകും. അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ആ ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നത്. എന്നാൽ ചിലർക്ക് അവർക്ക് പ്രത്യേകം താല്പര്യമുള്ളൊരു സബ്ജക്റ്റായിരിക്കും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ആകർഷകമായി തോന്നുമ്പോഴാണ് അവരത് ക്ലിപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷേ ധാരാളം ആളുകൾ മെസ്സേജ് അയച്ച് അവർക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ അവർ പറയാറുണ്ട്. അത് വ്യക്തമല്ലല്ലോ. പിന്നീട് അവർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ നമുക്ക് സംജാതമാവുകയാണ്. അത് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലിപ്പുകൾ മുറിക്കുമ്പോൾ, റീൽസുകൾ ഉണ്ടാക്കുമ്പോൾ പൂർണ്ണമായ ഒരാശയം അഥവാ ആശയക്കുഴപ്പമില്ലാത്ത രൂപത്തിൽ, തെറ്റിദ്ധാരണയില്ലാത്ത രൂപത്തിൽ ക്ലിപ്പുകൾ മുറിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ അത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, ഇതിന് ഹെഡിങ് കൊടുക്കുമ്പോൾ, ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ, ടൈറ്റിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ആ വിഷയം എന്താണോ അതിനോട് കൂറു പുലർത്തുന്ന ടൈറ്റിലുകളാണ് കൊടുക്കേണ്ടത്. പലരും കൊടുക്കുന്ന തലവാചകങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ പല വിഷയങ്ങളും നമ്മൾ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണ്? ആളുകൾക്ക് ടൈറ്റിൽ കാണുമ്പോഴേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. ആരെങ്കിലും അധിക്ഷേപിക്കുകയാണ് എന്ന് തോന്നരുത്, ആരെങ്കിലും ചീത്ത പറയുകയാണ് എന്ന് തോന്നാത്ത രൂപത്തിലും ആളുകൾക്ക് ആ വിഷയം മനസ്സിലാകാൻ വേണ്ടി അവർ ആ പ്രോഗ്രാം കാണാവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഹെഡിങ്ങുകൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹെഡിങ്ങുകൾ, നമ്മൾ പറയുന്ന വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ പോലും ഹെഡിങ്ങിൽ കൊടുക്കാറില്ല. കാരണം ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടി. എന്നാൽ ചില ആളുകളെങ്കിലും തലവാചകങ്ങൾ കൊടുക്കുമ്പോൾ ആ വിഷയത്തോട് സാമ്യത ഉണ്ടാകും, പക്ഷേ അതിനോട് 100% കൂറു പുലർത്താത്ത, പലപ്പോഴും വളരെ ഗൗരവമുള്ള, അതല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള രൂപത്തിലുള്ള ഹെഡിങ്ങുകൾ കൊടുക്കുന്നത് കാണാം. അല്ലെങ്കിൽ ആളുകൾക്ക് പ്രയാസം തോന്നുന്ന രൂപത്തിലുള്ള ഹെഡിങ്ങുകൾ കൊടുക്കുന്നത് കാണാം. അത് ശരിയല്ല. നിങ്ങൾ ഹെഡിങ്ങുകൾ കൊടുക്കുമ്പോഴും ആ വിഷയത്തോട് 100% കൂറു പുലർത്തുന്നതും ആളുകളെ പ്രയാസപ്പെടുത്താത്തതുമായ ഹെഡിങ്ങുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് രണ്ടാമത് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇനി നിങ്ങൾ അങ്ങനെ ക്ലിപ്പുകളും റീൽസും കൊടുക്കുമ്പോൾ ഫുൾ പ്രോഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. കാരണം അഥവാ ആളുകൾക്ക് അത് മുഴുവനായി കാണണം എങ്കിലേ അവർക്ക് പൂർണ്ണമായത് മനസ്സിലാവൂ എന്ന് തോന്നുകയാണെങ്കിൽ ആ പ്രോഗ്രാമിലേക്ക് അവർക്ക് പോകാൻ സാധിക്കണം. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ലിങ്ക് അത് കൃത്യമായി അതിൽ തന്നെ നിങ്ങൾ കൊടുക്കുക. എങ്കിൽ അവർക്ക് ആ ലിങ്കിലൂടെ അതിൻ്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് വരാൻ സാധിക്കും. അവർക്കത് അവിടെ വെച്ച് പൂർണ്ണമായും അത് കാണാൻ സാധിക്കുന്നതാണ്. ആ നിലക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വാഹത്തുൽ ഇൽമിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ വരുന്ന പ്രോഗ്രാമുകളാണ് നിങ്ങൾ ക്ലിപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഗോ, അതേപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാതെ ആ ചാനലും അതിൻ്റെ പ്രോഗ്രാമുകൾ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ
ആ ലോഗോകളും മറ്റ് കാര്യങ്ങളുമൊക്കെ അവിടെ തന്നെ വെക്കുന്നതാണ് ഹൈർ എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഗൗരവതരമായി സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ഇതേപോലെ പലരും ക്ലിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ, റീൽസുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചുകൊണ്ടാണോ ദീനിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത്? കാരണം അത് മ്യൂസിക്കും അതുപോലുള്ള കാര്യങ്ങളും ഇസ്ലാമിൽ നിഷിദ്ധമല്ലേ, അത് ഹറാമല്ലേ? അങ്ങനെ നിഷിദ്ധമായൊരു കാര്യം ഇൻഡിവിജ്വലി തന്നെ, അഥവാ അത് മാത്രമായിട്ട് തന്നെ നമുക്ക് പാടില്ല. പിന്നെ എങ്ങനെയാണ് മതം പറയുന്നിടത്ത്, ദീന് പറയുന്നിടത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊണ്ടുവരുന്നത്? ഒരിക്കലും അത് ചെയ്യരുത്. നമുക്കതിനോട് യാതൊരു നിലക്കും യോജിപ്പില്ല. പല ആളുകളും ധരിച്ചിട്ടുള്ളത് അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എന്നാണ്. കാരണം ആളുകൾ ചാനൽ നോക്കൂല, റീൽസ് കാണുമ്പോൾ ഇത് ഏത് ചാനലുകാരാണ് ഇത് ഇട്ടതെന്ന് നോക്കുന്നില്ല. മറിച്ച് നമ്മുടെ പ്രോഗ്രാമാണ് കാണുന്നത്, അതിൻ്റെ പിറകിൽ മ്യൂസിക് കാണുമ്പോൾ ഇത് നമ്മൾ ചെയ്തതാണ് എന്നുള്ള നിലക്ക് പല ആളുകളും മ്യൂസിക് പാടുണ്ടോ, എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മോട് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്കൊക്കെ മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമാകുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. മ്യൂസിക് നമുക്ക് പാടില്ല, അതുകൊണ്ട് അത് ചെയ്യരുത്. അതേപോലെ തന്നെ ചില ആളുകൾ മ്യൂസിക് ഇല്ലെങ്കിലും ചില പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നു. അത് കുറച്ച് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അതൊക്കെ ആധുനിക കാലഘട്ടത്തിലെ സിനിമകളുടെയും സീരിയലുകളുടെയും അതേപോലെയുള്ള ആളുകളുടെയും ഒരു ധാരണയാണത്. ഒരു വിഷയത്തിന് ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു പാട്ടോ ഒരു BGM അതേപോലുള്ളതൊക്കെ കൊടുത്താലേ ശരിയാവൂ എന്നുള്ള ഒരു തോന്നൽ മതവിഷയത്തിൽ അതില്ല. ഖുർആനിൻ്റെ ആയത്തുകൾ തന്നെ ശക്തമാണ്, ഹദീസുകൾ തന്നെ ശക്തമാണ്, ദീനിൻ്റെ ആശയങ്ങൾ തന്നെ ശക്തമാണ്. പിന്നെന്തിനാണ് പാട്ടുകൾ പിറകിൽ വെക്കുന്നത്, മ്യൂസിക് കൊടുക്കുന്നത്? എൻ്റെ പ്രോഗ്രാമുകൾ ആ നിലക്ക് ചെയ്യരുത്, അത് ഞാൻ തൃപ്തിപ്പെടുന്നതല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇത് കേൾക്കുന്ന ആളുകളോടും, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒഫീഷ്യൽ ചാനൽ എന്ന് പറയുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന ചാനലാണ്. അതല്ലാത്ത ചാനൽ വരുന്ന ഈ രൂപത്തിലുള്ളതിനെ തെറ്റിദ്ധരിക്കരുത്, നമ്മളല്ല ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടോ സംഭവിക്കുന്നതാകാം. അത് നല്ല നിലക്ക് കമൻറ്റുകളിലും മറ്റും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഈ കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. വളരെ നസീഹത്ത് മാത്രമേ ഈ സംസാരത്തിലുള്ളൂ എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.